സാം അളിയാന്ന് വിളിക്കണോ അംബരീഷ് എന്ന് വിളിക്കണോ? എങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല, രണ്ടും എൻ്റെ ഒരു ജീവിതത്തിൻ്റെ പാർട്ട് തന്നെയാണ്. ഈ അളിയ വിളിയാണെങ്കിലും സാം എന്നുള്ള പേരാണെങ്കിലും അംബരീഷ് എന്നുള്ള പേരാണെങ്കിലും ഇതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ പാർട്ട്. കാരണം എൻ്റെ ഇൻസ്റ്റയുടെ പേര് തന്നെ അങ്ങനെയാണ്, അംബൂസ് സാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പലയിടത്തും ഞാൻ നിക് നെയിമായിട്ട് യൂസ് ചെയ്യുന്നതും സാം തന്നെയാണ്. അതൊരു വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ആണ് അതിന്. ഈ ഓട്ടോഗ്രാഫ് എന്നൊരു സീരിയല് എനിക്കൊന്ന് ഞാൻ വളരെ ചെറുപ്പാണ്, വളരെ ചെറുപ്പാണ് ആ ഒരു സീരിയൽ കാണുമ്പോൾ. അന്ന് നിങ്ങളെല്ലാവരും നമ്മളിങ്ങനെ ഇവരെ പോലൊക്കെ ഒരു ലൈഫ് കിട്ടിയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്കൂൾ ജീവിതം കിട്ടാൻ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പിന്റെ കഥ. തല്ലുകൊള്ളുന്നു, അടിയുണ്ടാക്കുന്നു, ടീച്ചേഴ്സിനെ വരട്ടുന്നു, പക്ഷെ അവർ തമ്മിൽ നല്ല സൗഹൃദം. അങ്ങനത്തെ ഒരു കഥയുടെ ഭാഗമായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും, അതായത് 2007 ആ സമയത്തായിരിക്കില്ലേ അത്, 2009 ആ ഒരു സമയത്ത് ഉണ്ടായ ഒരു സീരിയല് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഇപ്പോഴും ഓട്ടോഗ്രാഫിൽ അഭിനയിച്ച സാം അല്ലേ എന്നല്ലേ ആളുകൾ ചോദിക്കുക. അതെ അതെ, ഞാനിപ്പം ഒരു റെസ്റ്റോറൻറ്റിൽ, കാർത്തികേയൻ റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു. അവിടെ പോയി കഴിച്ച് ഫുഡൊക്കെ കഴിച്ചപ്പോൾ അവിടുന്ന് ചേച്ചിമാരെല്ലാം കൂടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നത്. അപ്പം സാം ഇപ്പോഴും അവർ പറയുന്ന ഓട്ടോഗ്രാഫ് എന്നുള്ള പേര് വെച്ചിട്ടാണ്. അത് വലിയൊരു ഭാഗ്യമല്ലേ നമ്മളെ ഇത്രയും വലിയ വലിയ ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട്. അവരുടെയൊക്കെ ഒരു കരിയർ പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് അവരെ എന്താ പ്രോജക്റ്റ് ചെയ്തത് ആ പ്രോജക്റ്റിലായിരിക്കും അവർ അറിയപ്പെടുന്നത്. അപ്പം അതുപോലെ നമ്മളെ ഈ പേരിലൊക്കെ അറിയപ്പെടുന്ന പറഞ്ഞൊരു ഭാഗ്യം തന്നെയല്ലേ. അതൊരു വല്ലാത്തൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഒരു ഇത് തന്നെയായിരുന്നു അത്. ആ സീരിയലിൽ ചെയ്യാൻ പറ്റിയത് തന്നെയാണ് ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അത് തന്നെ ഒരു അവാർഡാണത്. ഈ അംബരീഷ് എന്നുള്ള പേര് എനിക്ക് തോന്നുന്നു മിക്ക ആളുകൾക്കും അറിയില്ല അല്ലേ. കുറെ പേര് വിചാരിച്ചിരിക്കുന്നത് സാം, ഒറിജിനലി അതിന്റെ പേര് സാം എന്നാണോ അങ്ങനെയൊക്കെ ആയിരുന്നു വിചാരിച്ചിരിക്കുന്നത്. ഞാനും കൺഫ്യൂഷൻ ആയി പോയി. അംബരീഷ് ഇതാണോ പേര് പുള്ളിയുടെ എന്നുള്ളൊരു കൺഫ്യൂഷൻ തോന്നിപ്പോയി. അതൊരു കുറച്ച് അൺകോമൺ നെയിമാണ് അംബരീഷ് എന്ന് പറഞ്ഞിട്ട്. ചുമ്മാ കളിയൊക്കെ ഞാൻ പറയും, അച്ഛന് സുമലത എടുത്തുള്ള ആക്ട്രസ് സുമലതയല്ലേ ട്രോണുള്ള സാധനമായില്ലേ. സുമലതയുടെ ഹസ്ബൻഡിന്റെ പേര് അംബരീഷ് എന്നാണ്. ഒരു മാണ്ടിയിലെ MP ആയിരുന്നല്ലോ. ഇപ്പം പുള്ളിക്കാരി എടുത്തുള്ള ഇഷ്ടം കൊണ്ടിട്ടതെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനത്തെ പേര് അൺകോമൺ ആണ്. പക്ഷെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ എവിടെയായിരുന്നു ഇത്രയും കാലം? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കുറെ കാലം സീരിയൽ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അതെൻ്റെ എനിക്ക് കൂടുതൽ ഡയറക്ഷനോട് താല്പര്യം വന്നപ്പോഴത്തേക്കും ഞാൻ സീരിയൽ അവനെയൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി നിർത്തിയിട്ട് ഞാൻ അസിസ്റ്റ് ചെയ്യാനും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വൈഫ് ഡോക്ടറാണ്, പീഡിയാട്രീഷ്യനാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇങ്ങനെ UK ഒരു ഓപ്പണിംഗ് വന്നപ്പോഴത്തേക്കും എന്നോട് വിളിച്ച് ചോദിച്ചു, ഇതുപോലെ അതെ പോരുന്നോ എൻ്റെ കൂടെ എന്ന് ചോദിച്ചു. ഞാനും കൂടെ പോരും എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. അപ്പം പിന്നെ വിചാരിച്ചു എന്തായിരുന്നാലും നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളത്. പക്ഷെ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരി അന്ന് MBBS കഴിഞ്ഞിറങ്ങിയൊരു സമയം. അപ്പം ഞങ്ങളുടെ ഒരു ലവ് മാരേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഹേർഡിൽസും ചലഞ്ചസും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു തീരുമാനം എടുത്തിരുന്നത് ഒരിക്കലും പുള്ളിക്കാരിയുടെ കരിയർ കോംപ്രമൈസ് ചെയ്യുന്ന ഒന്നും ഞാൻ എൻ്റെ ലൈഫിൽ എടുക്കില്ല. അത് എത്ര വലിയ കാര്യമാണെങ്കിലും. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഫിനാൻഷ്യലി നമുക്കിങ്ങനെ ഒരുപാട് അതിന് ഫുൾ കോഴ്സിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ല, ഒരു മെൻ്റൽ സപ്പോർട്ടായിട്ട് നമുക്ക് നിൽക്കാം. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഡ്രീമിനെ തൽക്കാലത്തേക്ക് ഞാൻ മാറ്റി നിർത്തുക എന്നുള്ളതായിരുന്നു. അതുവരെ ഞാൻ ഫോളോ ചെയ്തിരുന്ന എൻ്റെ കരിയറും എൻ്റെ പാഷനും തൽക്കാലത്തേക്ക് എനിക്കത് എൻ്റെ ഉള്ളിൽ തന്നെയുള്ള എനിക്ക് എപ്പോഴും വേണം പുതിയ തട്ടിയെടുക്കാം. അപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൂടെ പോയതാണ്. പക്ഷെ ഒരു കരിയറിൻ്റെ പീക്കിലാണ് നിൽക്കുന്നത്. എല്ലാവരും സീരിയൽ എന്ന് പറയുമ്പോൾ നോക്കുന്നത് ഏഷ്യാനെറ്റാണ്. ഏഷ്യാനെറ്റിൽ തന്നെയാണ് കൂടുതൽ സീരിയലിൽ അഭിനയിച്ചത്. ഏഷ്യാനെറ്റിൽ അമ്മയിൽ വന്നു അല്ലേ, സ്ത്രീധനത്തിൽ വന്നു, ഓട്ടോഗ്രാഫിൽ വന്നു. ഏഷ്യാനെറ്റിൽ കത്തി വെക്കുന്ന പ്രൈം ടൈമിലുള്ള എല്ലാ സീരിയലിലും അഭിനയിക്കുമ്പോഴും സ്വന്തം പാർട്ട്ണർക്ക് വേണ്ടി ഈ ഒരു ഡിസിഷൻ എടുക്കാൻ, മെൻ്റലി സപ്പോർട്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ പാർട്ട്ണർക്ക് വേണ്ടി പുറത്തു കൂടെ പോകാനുള്ളൊരു ഡിസിഷൻ എടുക്കാൻ അതിനുള്ളൊരു ധൈര്യം എങ്ങനെയായിരുന്നു കിട്ടിയത്? അതായത് ആ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇപ്പോൾ വീട്ടിൽ നിന്നായാലും ഫ്രണ്ട്സ് ആയാലും പറഞ്ഞിട്ടുണ്ടാവില്ലേ, അംബരീഷേ വേണ്ട, നിൻ്റെ കരിയറിൻ്റെ പീക്ക് ടൈമാണ്, ഒരു പ്രേമത്തിന് വേണ്ടി ഇതൊന്നും മാറ്റി വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഒരു 4 വർഷങ്ങൾക്ക് ശേഷമാണ്. ഒരു 1 ഇയറോളം എടുത്ത് പുള്ളിക്കാരി MDക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അവളുടെ ഒരു ഡ്രീമായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും പൈനിയറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഒന്നാണ് PGIMER എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ, ഈ പീഡിയാട്രിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റാണ്. അപ്പോൾ അവിടെ പഠിക്കണമെന്നുള്ളത്, പക്ഷെ ഇവിടെ ട്രൈ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ തന്നെ എൻട്രൻസ് ഉണ്ട്. അന്നേ അതിൻ്റെ എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള അവരുടെ എന്താ പറയണ്ടേ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര കിട്ടില്ല. നമ്മൾ ബാങ്കിൽ യൂസ് ചെയ്യാൻ പാടില്ല, മറ്റേ പെൻ തന്നെ അവർ നേരത്തെ അങ്ങനെ അത്രയും സ്ട്രിക്റ്റ് ആണ്. അപ്പം അതിനൊരു വാല്യൂ ഉള്ള സമയമായിരുന്നു. ഇപ്പോഴും അതിനുണ്ട്, ഇല്ലെന്നുള്ളതല്ല.
അപ്പോൾ അത്രയും പുള്ളിക്കാരി അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊരു ഫാമിലി ലൈഫ് ഞങ്ങൾ മാറ്റി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾക്ക് അവിടെ സെലക്ഷനായി. അവളുടെ പതുക്കെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞാകാം എന്നുള്ളത്. ഇപ്പോൾ ഒരു കുഞ്ഞായി. ഒരു വർഷം ഞങ്ങൾ മാറ്റി വെച്ചു ഞങ്ങളുടെ കരിയറിൽ, ഞങ്ങളുടെ ഇതിന് തന്നെ. പിന്നെ അത് കഴിയുമ്പോൾ പുള്ളിക്കാരി പിന്നെ ബാക്ക് ടു സ്റ്റഡീസ് ആയിരുന്നു. പിന്നെ ഒരു 3 വർഷം, പിന്നെ 1 വർഷത്തോളം നമ്മുടെ കോവിഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് അങ്ങനെ അങ്ങ് പോയി. പിന്നെ പുള്ളിക്കാരി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും അവളും എൻ്റെ കുഞ്ഞും എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ജീവിക്കാൻ തുടങ്ങിയത് അന്നാണ്. പക്ഷെ അത് നമ്മൾ വിചാരിച്ചതുപോലെ അത്ര ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ലാൻഡിങ് ആയിരുന്നില്ല അത്. പുള്ളിക്കാരി 2 ഹോസ്പിറ്റൽസ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. PRSും പിന്നെ സമ്മത് IVF എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ 2 ഹോസ്പിറ്റൽസ് അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഈ പറഞ്ഞ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും പോകുമായിരുന്നു. ചോദ്യമായിരുന്നു പീക്കിൽ നിൽക്കുമ്പോൾ എല്ലാവരും ചോദിച്ചിട്ടില്ലായിരുന്നു. എന്നോട് ഒരുപാട് ഇന്നും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സൂര്യ തന്നെ വിറ്റ്നസ് ചെയ്ത കാര്യമല്ലേ. അപ്പോൾ അത് അപ്പോൾ എന്നോട് ഒരുപാട് ചോദിക്കുന്നുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ആൾ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ വന്നു. അപ്പം ആളുടെ ഒരു വിശ്വാസം ഞാൻ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്ന എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സാധനമാണ്. എനിക്ക് എൻ്റെ കരിയർ ആയിരുന്നു അന്ന് മാറ്റി ചോദിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷനിലായാലും പോലും ഒരാളും തൻ്റെ കരിയർ വിട്ടിട്ട് പാർട്ട്ണറിനെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്.